وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ബർബഹാരി റഹ്മഹുല്ലാ സംസാരിച്ച് തുടങ്ങിയ വിഷയം വിശ്വാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് വിവരിച്ചതിന് ശേഷം യൗമുൽ ആഖിറിനെ സംബന്ധിച്ചുള്ള അഖീദയാണ് വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. യൗമുൽ ആഖിർ എന്ന് പറയുന്നത് അത് നമ്മളെ മരണം ഓരോരുത്തരും ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അത് ഖിയാമത്ത് നാളിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ അന്ത്യനാൾ, അതിന് മുന്നോടിയായിട്ടുള്ള ആലാമാത്തുകൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഖിയാമത്ത് നാളിലുള്ള യൗമുൽ ആഖിറിലെ വിശ്വാസത്തിൽ ആദ്യമായി പറഞ്ഞിട്ടുള്ളത് അൽ ഈമാനു ബിർറുയതി യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങൾ അവരുടെ കണ്ണുകൾ കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് ഉണ്ടാകും എന്നുള്ളതിലുള്ള വിശ്വാസമാണ്. അതിനുവേണ്ടിയാണ് മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. അവരുടെ അമലുകൾ എല്ലാം തന്നെ അതിനു വേണ്ടിയാണെന്നുള്ള നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് അൽ ഈമാനു ബിൽ മീസാൻ യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാളിലുള്ള മീസാനിനെ സംബന്ധിച്ച് അവിടെ അമലുകൾ തൂക്കപ്പെടും, അമലുകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ തൂക്കപ്പെടും, അമലുകൾ പ്രവർത്തിച്ച വ്യക്തികളും തൂക്കപ്പെടും എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കണങ്കാല് വളരെ നേർത്തതായിരുന്നു, മെലിഞ്ഞ മനുഷ്യനായിരുന്നത്. അദ്ദേഹം ഒരു അറാഖിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറിയ സമയത്ത് കാല് വഴുതിയപ്പോൾ സഹാബത്ത് കണ്ട് ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ നേർത്തതായതുകൊണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആ കണങ്കാലുകൾ മീസാനിൽ ഉഹദ് മലയേക്കാളും കനം തൂങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൗമുൽ ആഖിറിലുള്ള വിശ്വാസങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണത്. ഖാല അൽ ഇമാം അൽ ബർബഹാരി റഹ്മഹുല്ലാ വൽ ഈമാനു ബി അദാബിൽ ഖബർ. അദാബുൽ ഖബറിലുള്ള വിശ്വാസമാണ് എന്നുള്ളത്. വമുൻകരിൻ വ നക്കീർ. അതുപോലെ തന്നെ ഖബറിൽ മുൻകർ നക്കീർ എന്ന പേരിലുള്ള 2 മലക്കുകൾ വരുമെന്നുള്ളതും ഖബറാളികളെ പരീക്ഷിക്കും എന്നുള്ള കാര്യത്തിലും വിശ്വസിക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദാബുൽ ഖബർ എന്ന് പറയുന്ന കാര്യം അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നിരവധി ആയത്തുകൾ വന്നിട്ടുണ്ട്. ഹദീസുകൾ ആ വിഷയത്തിൽ മുതവാത്തിറാണെന്നുള്ളത് അഇമ്മത്തുൽ ഹദീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ ഇജ്മാ ഉണ്ട് എന്നുള്ള കാര്യമാണ്. ആ വിഷയത്തിൽ വന്ന പ്രധാനപ്പെട്ട ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലിയ ശിക്ഷയ്ക്ക് മുമ്പായിട്ട് ചെറിയ ശിക്ഷ നാം അവർക്ക് ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അസ്-സജ്ദയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചിട്ടുള്ളത് അത് അദാബുൽ ഖബറാണ് എന്നുള്ളതാണ്. അൽ അദാബുൽ അദ്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദാബുൽ ഖബറാണ്. ഇനിയും കുറച്ചുകൂടി വ്യക്തമായ ആയത്താണ് അന്നാറു യുഅറദൂന അലൈഹ ഗുദുവ്വൻ വഅശിയ്യ. രാവിലെയും വൈകുന്നേരവും ഫിർഔനിനും ഫിർഔനിൻ്റെ കൂട്ടാളികൾക്കും നരകം പ്രദർശിക്കപ്പെടുമെന്നുള്ളതാണ്. വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്.
ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യും, നരകത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു എന്ത് ചെയ്യും, കൽപ്പിക്കും. അപ്പോൾ അതിനു മുമ്പ് രാവിലെയും വൈകുന്നേരവും നരകം അവർക്ക് പ്രദർശിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് എവിടെ വെച്ചിട്ടാണ്? ഖബറിൽ വെച്ചിട്ടാണ്, ബർസഖിയായ ലോകത്തിൽ വെച്ചുകൊണ്ടാണ്. ഇത് വളരെ കൃത്യമായ കാര്യമാണ്. ഖുർത്തുബി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചു, അൽ ജുംഹൂർ അല അൻ ഹാദൽ അർദ് യകൂനു ഫിൽ ബർസഖി വഹു ഹുജ്ജത്തുൻ ഫി തസ്ബീത് അദാബിൽ ഖബർ. ഇത് ബർസഖിയായ കാലയളവിലാണെന്നുള്ളത് ജുംഹൂർ ഉലമാക്കൾ വിശദീകരിച്ചതാണ്. അത് അദാബുൽ ഖബർ ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ പ്രമാണമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചു, അൽ ആയതു അസ്ലുൻ കബീറും ഫി ഇസ്തിദ്ലാലി അഹ്ലി സുന്ന അല അദാബിൽ ബർസഖി ഫിൽ ഖുബൂർ. ഖബറിൽ വെച്ചുകൊണ്ട് ബർസഖിയായ ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതിന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അവർ തെളിവ് പിടിക്കുന്ന ആയത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. അതുപോലെ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ അവർക്ക് ബർസഖിയായ ലോകമുണ്ടെന്നും അവിടെ ശിക്ഷ ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ നിരവധി ആയത്തുകൾ ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പോൾ ആയത്തുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തഫ്സീറുകൾ വ്യക്തമാണ്. പക്ഷേ ആയത്തുകളിൽ ഖബർ എന്നുള്ള പദം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഹദീസുകളിലേക്ക് വരുന്ന സമയത്ത് മുതവാത്തിറായിട്ടുള്ള ഹദീസുകളാണ്. അത് നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ എന്താണ്? വ്യക്തമായി നേരെ വിഷയത്തെ പ്രതിപാദിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി എന്നുള്ള ആയത്ത് പാരായണം ചെയ്തുകൊണ്ട്, അഥവാ സ്ഥിരപ്പെട്ടുള്ള വചനം കൊണ്ട്, സ്ഥിരതയുടെ വചനം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹു മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നസലത് ഫി അദാബിൽ ഖബർ, ഇത് അദാബുൽ ഖബറിൻ്റെ വിഷയത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവതീർണമായിട്ടുള്ളത് എന്ന്. മാത്രമല്ല സഹീഹ് ബുഖാരിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണെന്ത്? അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, ഖബർ ശിക്ഷ എന്താണ്? സത്യമായിട്ടുള്ള കാര്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് ഖബർ ശിക്ഷയിൽ നിന്ന് അഭയം ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. ആ വിഷയത്തിൽ ആ വിഷയം വേറിട്ടെടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ്? അത് മുതവാത്തിറാണ് എന്നുള്ളതാണ്. അപ്പോൾ മുതവാത്തിർ എന്ന് പറയുന്നത് അതെന്താണ്? പിന്നീട് അത് പരിശോധനയ്ക്ക് ആവശ്യമില്ലാത്ത വിധത്തിൽ എന്താണ്? കൃത്യമായ സഹീഹായിട്ടുള്ള ഹദീസുകളാണ്. ഒരു നിലക്കും അതിൽ സംശയം പോലും ഇല്ലാത്തതാണ്. 9ഓളം സഹാബിമാരിൽ നിന്ന് ആ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇദാ തശഹദ അഹദുക്കും ഫലിയസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ യഖൂൽ, തശഹൂദിലായിരിക്കും നിസ്കരിക്കുന്ന സമയത്ത്, നമ്മൾ ഫർദ് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ, തശഹൂദിലിരിക്കുന്ന സമയത്ത് 4 കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? ഇസ്തിആദത്ത് ചെയ്യണം, അള്ളാഹുവിൽ അഭയം ചോദിക്കണം. ഒന്നാമതായിട്ട് അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബി ജഹന്നം, നരകശിക്ഷയിൽ നിന്ന്, വമിൻ അദാബിൽ ഖബ്രി, അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത്, ജീവിതത്തിലെയും മരണത്തിൻ്റെയും ഒക്കെ പരീക്ഷണങ്ങളിൽ നിന്ന് എന്താണ്? അഭയം ചോദിക്കുക. വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന്. ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്, മുതവാത്തിറാണ് ഈ ഹദീസ്. പല നിരവധി റാവിമാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ ഹദീസിൽ വളരെ അറിയപ്പെട്ടുള്ള ഹദീസാണ്, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അഭയം ചോദിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നരകത്തിൽ എങ്ങനെയായിരിക്കും ശിക്ഷ ഉണ്ടാവുക, ആരൊക്കെ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം എല്ലാം വിശദീകരിച്ചു. പ്രധാനമായിട്ടും 2 കാര്യങ്ങളിലാണ് ശിക്ഷ ഉണ്ടാവുക. ഒന്നാമതായിട്ട് ഫി ഹഖില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോടുള്ള കടപ്പാടിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ ഖബറിൽ ശിക്ഷ ഉണ്ടാകും. അതുപോലെ തന്നെ ജനങ്ങളോടുള്ള ഹക്കുകൾ, അതിൽ വീഴ്ച വരുത്തുന്ന ആളുകൾക്കും ശിക്ഷ ഉണ്ടാകും. ആ വിഷയത്തിൽ അദാബുൽ ഖബറുമായി ബന്ധപ്പെടുന്ന ഹദീസുകൾ മുഴുവൻ പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിലാണ് പ്രധാനമായിട്ടുള്ള ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ആളുകൾ ഒരു ഖബറിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ 2 ഖബറുകളിലുള്ള ആളുകൾ അവർ ശിക്ഷപ്പെടുന്നു. വമാ യുഅദ്ദബാനി ഫീ കബീർ, അവർ വലിയ വിഷയത്തിലല്ല ശിക്ഷിക്കപ്പെടുന്നത്. അതിലൊരാൾ ശിക്ഷിക്കപ്പെടുന്നത് എന്താണ്? അതിലൊരാൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? നിസ്കരിക്കാൻ വേണ്ടി വുദു എടുക്കുന്നതിൽ
മൂത്രമൊഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല, അതിൽ ശുദ്ധിയുടെ കാര്യം ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അത് നിസ്കാരത്തെ ബാധിക്കുന്ന, അള്ളാഹുവിൻ്റെ ഹക്കുമായി ബാധിക്കുന്ന വിഷയമാണ് അല്ലേ. നമ്മൾ വുളൂ ശരിയായില്ലെങ്കിൽ, അതുപോലെ തന്നെ ശരീരത്തിൽ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഹക്കായിട്ടുള്ള അമലുകളിൽ ഏറ്റവും വലിയ ഹക്കായിട്ടുള്ള നിസ്കാരത്തിന് അതെന്ത് ചെയ്യും, വളരെയധികം ബാധിക്കുന്ന വിഷയമാണ്. രണ്ടാമത്തെ വിഷയം അഹദുഹുമ ഫക്കാന യംശി ബിൻ നമീമ, നമീമത്തുമായി നടക്കാറുണ്ടായിരുന്നു എന്ന്. അത് ജനങ്ങളോടുള്ള ഹക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതേ ആശയത്തിൽ നിരവധി ഹദീസുകളാണ് കാണാൻ സാധിക്കും. അതെല്ലാം ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവമാണ് വിഷയം. അപ്പോൾ ഇവിടെ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അദാബുൽ ഖബ്ർ എന്ന് പറയാൻ കാരണം? ഖബറിൽ ശിക്ഷയുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, നഈമുമുണ്ട് അല്ലേ. ഖബറിൽ ആസ്വാദനങ്ങളും അതുപോലെ തന്നെ സുഖങ്ങളുമുണ്ട്. യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക് സ്വർഗമായി തീരും ഇവിടെ ഖബർ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് പരാമർശിക്കപ്പെടാത്തത്? കാരണം ഏറ്റവും കൂടുതൽ ഖുർആനിലും ഹദീസുകളിലും പരാമർശിക്കപ്പെട്ടുള്ള വിഷയം അദാബുൽ ഖബറാണ്. അതുപോലെ തന്നെ ആ വിഷയത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിഷേധിച്ച ആളുകളൊക്കെ നിഷേധിച്ചിട്ടുള്ളത്. ഖബർ ശിക്ഷ നിഷേധിച്ചു ആരൊക്കെ? മുഅ്തസിലികൾ നിഷേധിച്ചു. അതുപോലെ മറ്റ് പല മുതക്കല്ലിമുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഖബർ ശിക്ഷയെ നിരാകരിക്കാറുണ്ട്. മറ്റു ചിലർ എന്ത് ചെയ്യാറുണ്ട്, ഖബർ ശിക്ഷ ഉണ്ട്, പക്ഷേ അതെന്തിനാണ്, ശരീരത്തിന് അല്ല എന്ത് ചെയ്യുക ശിക്ഷ ഉണ്ടാവുക, മറിച്ച് എന്തിനാണ്, റൂഹിനാണ് എന്നുള്ളത്, ആത്മാവിനാണ് എന്നുള്ളത്. ഇതെല്ലാം തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദക്ക് വിരുദ്ധമാണ്. കാരണം എന്താണ്, ഈ ഒരു വിഷയം ഖുർആനിലും ഹദീസിലും ഇജ്മാഅപരമായിട്ടൊക്കെ സ്ഥിരപ്പെട്ടുള്ളതാണ്. ആ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ എന്താണ്, മുതവാത്തിറായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അദാബ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വിരുദ്ധമായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുണ്ടാകും, നഈം ഉണ്ടാകും. നരകത്തിൽ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലാത്തവർക്ക് എന്തുണ്ടാകും, നഈം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളാണ് ആര്, അമ്പിയാക്കൾ, ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, നരകശിക്ഷയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധമുഖത്ത് കാവലിരുന്ന ആളുകൾക്ക്, മുറാബിത്തീങ്ങൾ, അവർക്കൊക്കെ എന്തുണ്ട്, നരകശിക്ഷയിൽ ഇളവുണ്ട്, ഖബറിലെ ശിക്ഷയിൽ ഇളവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശുഹദാക്കൾക്ക് ഖബറിൽ ശിക്ഷയില്ല എന്നുള്ളതാണ്. അത് നമ്മളെല്ലാം വളരെയധികം ഷഹാദത്തിന് കൊതിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടുള്ള ഹദീസാണത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുകയോ അതുപോലെ തന്നെ ഖബർ കാണുകയോ ചെയ്യാതാൽ പൊട്ടിക്കരയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ താടി വളരെയധികം നീണ്ടിട്ട് ഇടതൂർന്ന താടിയായിരുന്നു അല്ലേ. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നീളമുള്ള താടിയായിട്ട് പരാമർശിക്കപ്പെട്ടുള്ള ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അത് മുഴുവൻ നനയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെടും, നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കരയാറില്ല, എന്നാൽ ഖബറിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട നിങ്ങൾ കരയുന്നു, എന്താണ് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മനാജിലിൽ ആഖിറ. ഖബറാണ് ആഖിറത്തിലെ ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഘട്ടം അത് ഖബറാണ്. ഫൈൻ നജാ മിൻഹു ഫമാ ബഅദുഹു ഐസറു മിൻഹു. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ പിന്നെ അതിന് ശേഷമുള്ള ഒക്കെ എന്താണ്, ഈസിയാണ്. മഹ്ശറിൽ, അതുപോലെ തന്നെ ഹിസാബിൽ, അതുപോലെ അതിന് ശേഷമുള്ള സിറാത്തിൽ, അതുപോലെ സ്വർഗ നരകങ്ങളുടെ വിഷയത്തിലെല്ലാം അയാൾക്ക് ഈസിയാണ്. നേരെ പിന്നീട് എന്താണ്, സ്വർഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഫമ ബഅദഹു എന്താണ്, അഅ്സറു മിൻഹു, അതിൽ ശേഷം വരാനിരിക്കുന്നത് അതിലേറെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറയാണ്, വൽ ഈമാനു ബിഹൗദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഖബർ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മുൻകർ നക്കീർ അവരാണ് ഖബറിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യുന്നത്. അത് വിശദമായി ബറാ ബിൻ ആസിബ് റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ വന്നതാണ്. പിന്നെ അടുത്ത കാര്യം എന്താണ്, വൽ ഈമാനു ബിഹൗദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൻ്റെ വിഷയത്തിലുള്ള വിശ്വാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗദുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടുള്ളതാണ്. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. ഈ ഒരു സൂറത്ത് തന്നെ എന്താണ്, റസൂലുള്ളാഹിൻ്റെ ഹൗദുൽ കൗസർ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന സൂറത്താണ്. ആ സൂറത്തിൽ എന്നിട്ട് പിന്നീട് എന്താണ് പറയുന്നത്,
ആ ഹൗദുൽ കൗസർ എന്ന വലിയ നിഅമത്ത് താങ്കൾക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിന് എന്ത് ചെയ്യുക? ശുക്ർ ചെയ്യുക. എങ്ങനെ? നിസ്കരിച്ചുകൊണ്ടും അതുപോലെ തന്നെ അറുത്തുകൊണ്ടും, അള്ളാഹുവിന് വേണ്ടി ബലി അറുത്തുകൊണ്ടും. അതാണ് ആ സൂറത്തിൻ്റെ കാര്യം. അതുപോലെ ഹദീസുകൾ അത് സ്ഥിരപ്പെട്ടുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ അധികം ഭയപ്പെടേണ്ട വിഷയമാണെന്ത്? അവിടെ ഹൗദിൽ കുടിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും വരും, പക്ഷേ അവർ തഴയപ്പെടും, അവരകറ്റപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി ഉമ്മത്തി, ഇവർ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയും. അപ്പോൾ റസൂലുള്ളാഹിനോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹദതു ബഅദക്, നീ മരിച്ചതിന് ശേഷം ഇവരെന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയത്, ഏത് രീതിയിലാണ് ഇവർ വ്യതിചലിച്ചു പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ വബദ്ദൽ, മാറ്റത്തിരുത്തലുകൾ വരുത്തിയ ആളുകൾ എന്ത് ചെയ്യുക? അകന്നു പോവുക. അപ്പോൾ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള തൗഫീഖ് ആർക്കാണ് ലഭിക്കുക? അത് റസൂലുള്ളാഹിൻ്റെയും സഹാബത്തിൻ്റെയും അഖീദയിൽ മരണം വരിച്ച ആളുകൾക്ക് മാത്രമാണ്. അത് അവർക്കുള്ള പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ഹൗദിൽ വിശ്വസിക്കുന്നത് ആര് തന്നെയാണ്? പരിപൂർണമായി വിശ്വസിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം, അതുപോലെ മൻഹജിയായ കാര്യങ്ങൾ, ഇതുപോലുള്ള സലഫു സാലിഹീങ്ങളുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അവിടെ ഹൗദുൽ കൗസറിൽ നമുക്ക് കുടിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ അഖീദ ശരിയായിരിക്കണം, മൻഹജിയായിട്ട് നമ്മൾ വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ വലിക്കുല്ലി നബിയൻ ഹൗദ്, എല്ലാ നബിമാർക്കും എന്തുണ്ട്? ഹൗദുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല. ആ വിഷയത്തിൽ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ താരീഖുൽ കബീറിൽ ഉദ്ധരിച്ചുള്ള ഹദീസാണ്, ലിക്കുല്ലി നബിയൻ ഹൗദ്, എല്ലാ നബിമാർക്കും എന്തുണ്ട്? ഹൗദുണ്ട്. ആ പദം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇമാം ബർബഹാരി ഈ നസ്സിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്, വലിക്കുല്ലി നബിയൻ ഹൗദ്. വഇന്നഹും യതബാഹൗന അയ്യുഹും അക്സറുഹും അക്സറു വാരിദ, അമ്പിയാക്കൾ പെരുമ നടിക്കും, ഏത് നബിമാർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുക? ഹൗദിൽ നിന്ന് കുടിക്കാൻ വരിക എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യും? പെരുമ നടിക്കും. വഇന്നി ലഅർജു അക്സറഹും വാരിദ, ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനായിരിക്കും എൻ്റെ ഉമ്മത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കാൻ വരിക, മറ്റ് അമ്പിയാക്കളെക്കാളും കൂടുതൽ എൻ്റെ ഉമ്മത്തായിരിക്കും കുടിക്കാൻ വരിക എന്ന്. എന്നിട്ട് ഈ ഹൗദിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ മഹ്ശറിൽ വെച്ചുകൊണ്ട് ദാഹിച്ച് വലഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക? വരുന്നതുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും വെള്ളം വേണം. നമ്മളുടെ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസിയാണല്ലേ നമ്മളുടെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അത് നമ്മൾ നോമ്പുകാരായിരിക്കെ ചൂട് കാലഘട്ടത്തിലൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. എന്നാൽ അങ്ങേ അറ്റത്തെ ഒരു അദാബിന് ശേഷം, അല്ലെങ്കിൽ വലിയ ഒരു പരീക്ഷണത്തിന് ശേഷം ദാഹിച്ച് വലഞ്ഞ് കൊതിച്ച് വരുന്ന സമയത്ത് ഈ തരത്തിൽ സുഹ്കൻ നിങ്ങൾ അകന്നു പോകുക എന്ന് പറയപ്പെടുകയാണെങ്കിൽ, ആ ഹൗദുൽ കൗസറിന് കുടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയായിട്ട് റസൂലുള്ളാഹിൻ്റെ ഹൗദിൻ്റെ പ്രത്യേകതയായിട്ട് വന്നിട്ടുള്ള തൂലുഹു ഷഹർ, ഒരു മാസത്തെ വഴുദൂരമാണ് അതിൻ്റെ നീളം. അതുപോലെ തന്നെ വാർദുഹു ഷഹർ, അതിൻ്റെ വീതി എന്ന് പറയുന്നതും ഒരു മാസത്തെ വഴുദൂരമാണ്. അപ്പോൾ അതൊരു സ്ക്വയർ ആയിട്ടുള്ള ഹൗദാണ്. വളരെ വലിയതായിട്ടുള്ള ഒരു മാസത്തെ വഴുദൂരം, അതിൻ്റെ വീതിയും നീളമുണ്ട് എന്നുള്ളതാണ്. മഅഹു അഷദ്ദു ബയാദ മിനൽ ലബൻ, പാലിനേക്കാളും തൂവെള്ളയായ വെള്ളമായിരിക്കും അതിലുണ്ടാവുക. അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാളും മധുരമുള്ളത്. വഅനിയതുഹു ആദദു നുജൂമി സമാ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം അനുസരിച്ചായിരിക്കും അതിൻ്റെ എന്തുണ്ടാവുക? അതിലുള്ള പാത്രങ്ങൾ ഉണ്ടാവുക എന്നാണ്. മയശ്റബ് മിൻഹു ശർബതൻ ലം യദ്മ ബഅദഹ അബദൻ, അതൊന്ന് ഒരു കുടി കുടിച്ചാൽ, ഒരു ഇറക്ക് കുടിച്ചാൽ പിന്നെ അയാൾക്ക് പിന്നീട് ഒരിക്കൽ പോലും ദാഹമുണ്ടാവുകയില്ല എന്ന്. നസല്ലാഹ തൗഫീഖ്. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇമാം ബർബഹാരി പറയുന്നു, ഇല്ലാ സാലിഹൻ, എല്ലാ അമ്പിയാക്കൾക്കും എന്തുണ്ട്? ഹൗദുണ്ട്, സാലിഹ് നബിക്ക് ഒഴികെ അലൈഹിസ്സലാം. ഫഇന്ന ഹൗദഹു ദിർഉ നാഖതിഹി, അദ്ദേഹത്തിൻ്റെ ഹൗദ് എന്ന് പറയുന്നതാണ്, അദ്ദേഹത്തിന് കൊടുത്തുള്ള ഹൗദാണെന്ത്? അദ്ദേഹത്തിന് അള്ളാഹു മുഅ്ജിസത്തായി നൽകിയിട്ടുള്ള ആ ഒട്ടകം, ആ ഒട്ടകത്തിൻ്റെ അകിടാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടുള്ള ഹൗദ് എന്നുള്ളത്. ഈ ഒരു കാര്യം, ഇത് ഹദീസിൽ വന്നിട്ടുള്ള നസ്സാണ്. പക്ഷേ ആ ഹദീസ് സഹീഹ് അല്ല എന്നുള്ളതാണ് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിൻ്റെ മൗദൂആത്തിൽ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ മീസാനിലുമൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു,
والإيمان بشفاعة رسول الله صلى الله عليه وسلم للمذنبين الخاطئين يوم القيامة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിലുള്ള വിശ്വാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിലുള്ള വൻ പാപം ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? ഷഫാഅത്ത് ചെയ്യും. വഅല സിറാത്ത്, അതുപോലെ തന്നെ സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വയുഖ്രിജുഹും മിൻ ജൗഫി ജഹന്നം, അവരെന്ത് ചെയ്യും? വൻപാപികളായിട്ടുള്ള ആളുകൾ, റസൂലുള്ളാഹിക്ക് ഷഫാഅത്തിന് വേണ്ടി അനുമതി നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. എന്നിട്ട് ഈ വൻപാപികൾ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എന്ത് ചെയ്യും? അനുമതിയോടുകൂടി അവരെന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. വമാ മിൻ നബിയ്യിൻ ഇല്ലാ വലഹു ഷഫാഅ, ഏതൊരു നബിയുണ്ടോ അവർക്കൊക്കെ ഷഫാഅത്തുണ്ട്. വകദാലിക സിദ്ദീഖൂൻ, സിദ്ദീഖുകൾക്ക് ഷഫാഅത്തുണ്ട്. വശുഹദാ, ശുഹദാക്കൾക്കുണ്ട്. വസ്സാലിഹൂൻ, സാലിഹീങ്ങൾക്ക് ഷഫാഅത്തുണ്ട്. ഇവർക്കൊക്കെ അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ട്, കുടുംബക്കാർക്കും അവരുടെ ഇഷ്ടക്കാർക്കും വേണ്ടി ഷഫാഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. അള്ളാഹു അനുമതി നൽകിയ ആളുകൾക്ക് മാത്രം. വല്ലാഹു ബഅദ ദാലിക. അപ്പോൾ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ വളരെ പ്രധാനപ്പെട്ടതാണിത് അൽ ഈമാനു ബി ഷഫാഅ, ഷഫാഅത്തിലുള്ള വിശ്വാസം. ഷഫാഅത്ത് ഒരുപാട് ഇനം ഷഫാഅത്തുകളുണ്ട്. ഏകദേശം 8ഓളം ഷഫാഅത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഷഫാഅത്തുൽ ഉദ്മ. മഹ്ശറിൽ അവിടെ ആ മഹ്ശറ വൻസഭയിലെ ഹിസാബും കാത്തിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ അവരുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനും ഹിസാബ് ആരംഭിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ജനങ്ങളെല്ലാവരും കൂടി എല്ലാ അമ്പിയാക്കളെയും സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെടും അള്ളാഹുവിനോട് പറയാൻ വേണ്ടിയിട്ട്. ഓരോ നബിമാരും അതിൽ എന്ത് ചെയ്യും? ഒഴിയും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും എന്ത്? അനലഹ, ഞാനാണ് അതിന് യോഗ്യനായിട്ടുള്ളവനെന്ന്. റസൂലുള്ളാഹിക്കാണ് അള്ളാഹു എന്ത് ചെയ്തുള്ളത്? അനുമതി കൊടുത്തുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സുജൂദിൽ കിടക്കുകയും അതുപോലെ തന്നെ ഷഫാഅത്ത് ചെയ്യുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫസ്ലുൽ ഖഫാഇന് വേണ്ടിയിട്ട്. അതുപോലെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടിയുള്ള ഷഫാഅത്തുണ്ട്. അത് റസൂലുള്ളാഹി ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് ഷഫാഅത്തു ഫീ റഫഇ ദറജാതി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികൾപ്പെട്ട ചില ആളുകൾക്ക് അവരുടെ ദർജ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഷഫാഅത്തുണ്ട്. അതുപോലെ നരകത്തിന് അർഹരായ ചില ആളുകൾക്ക് നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഷഫാഅത്തുണ്ട്. അതുപോലെ നരകത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള മുഅ്മിനീങ്ങളായിട്ടുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ വൻപാപം ചെയ്തു പോയിട്ട് നരകത്തിൽ പ്രവേശിച്ച ആളുകൾ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്തുണ്ട്. അടുത്തതായിട്ട് അബൂ താലിബിൻ്റെ ശിക്ഷ ഇളവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഷഫാഅത്തുണ്ട്. അതുപോലെ സ്വർഗത്തിലേക്ക് ശിക്ഷയും അദാബോ അതുപോലെ വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഷഫാഅത്തുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഷഫാഅത്തുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഷഫാഅത്ത് ആരുടെ ഷഫാഅത്താണ്? ഷഫാഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹ്ലിൽ കബായിർ, വൻപാപികളായ ആളുകൾ. അത് നരകത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്, അവരെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ ഏത് തരത്തിലുള്ള ഷഫാഅത്താകട്ടെ അതിന് 3-4 കണ്ടീഷനുകളുണ്ട്. അതിലൊന്നാമതായിട്ട് ലാ യംലികു ഷഫാഅത ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഷഫാഅത്ത് ആരും ഉറപ്പെടുത്തുന്നില്ല. ആർക്കും ആരുടെ കാര്യത്തിലും ഷഫാഅത്ത് ചെയ്യാനുള്ള അവകാശമില്ല ആർക്കല്ലാതെ. അള്ളാഹു അതിനുള്ള ഇത് അനുമതി കൊണ്ടല്ലാതെ. അതുകൊണ്ട് തന്നെ ഇദ്നുല്ലാഹി ലിശ്ശാഫിഅ, ഷഫാഅത്ത് ചെയ്യുന്ന ആൾക്ക് അള്ളാഹു ഷഫാഅത്ത് ചെയ്യാൻ അനുമതി കൊടുക്കണം. രണ്ടാമതായിട്ട് ഇസ്ലാമുൽ മശ്ഫൂഉ ലഹു, ആർക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി ഷഫാഅത്ത് ചെയ്യുന്നത്? സാലിഹീങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്നത്, അമ്പിയാക്കൾ ഷഫാഅത്ത് ചെയ്യുന്നത്. അവർക്ക് ആ ഷഫാഅത്ത് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവർ ചെയ്തോളാനുള്ള തൃപ്തി എന്ത് ചെയ്യണം? അവരുടെ കാര്യത്തിൽ അള്ളാഹു എന്ത് ചെയ്യണം? നൽകണം. അപ്പോൾ അള്ളാഹ് തിരഞ്ഞെടുത്ത് കൊടുക്കണം ആർക്കൊക്കെ ഷഫാഅത്ത് കൊടുക്കണം എന്നുള്ളത്. മൂന്നാമതായിട്ട് അർവാനിൽ മശ്ഫൂഉ ലഹു, അതുപോലെ ഷഫാഅത്ത് ചെയ്യപ്പെടുന്ന ആളുകൾ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി വേണം. അവർ മുസ്ലിമീങ്ങളായിരിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് റസൂലുള്ളാഹിക്കോ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ സാലിഹീങ്ങൾക്കോ ശുഹദാക്കളോ യഥേഷ്ടം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മറിച്ച് അള്ളാഹ് നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഷഫാഅത്ത് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നത് ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നു, അള്ളാഹിനോട് പറയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? അഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്, അതിനെ എന്നെ ഹെൽപ്പ് ചെയ്യണം എങ്ങനെ? ധാരാളമായി സുജൂദ് ചെയ്തുകൊണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അള്ളാഹ് തൃപ്തിപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വസ്ഫുകൾ വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വൻപാപികൾക്കുള്ള ശഫാഅത്തിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഖവാരിജുകൾ നിഷേധിച്ചു, മുഅ്തസിലികൾ നിഷേധിച്ചു. എന്താണ് അവർ നിഷേധിക്കാനുള്ള കാരണം? നമുക്കറിയാം, ഖവാരിജുകളെ മുഅ്തസിലികളെ വിശ്വാസപ്രകാരം വൻപാപം പ്രവർത്തിക്കുന്നവരെന്താണ്? നരകാവകാശികളാണ്. ഖാലിദ മുഖല്ലദ് ഫിന്നാർ, കാലാകാലം നരകത്തിൽ കിടക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ശഫാഅത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ വാദം എന്ത് ചെയ്തു? പൊളിഞ്ഞു. എന്നാൽ നേർ വിപരീതമായി സൂഫികളെ പോലുള്ള ആളുകൾ പറയുന്നത് എന്താണ്? കയ്യും കണക്കുമില്ലാത്ത ശഫാഅത്ത്, ഏത് കാഫറുകൾക്കും ഏത് താന്തോന്നികൾക്കും യഥേഷ്ടം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സാലിഹ്യങ്ങൾക്കും ശഫാഅത്ത് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള നിലപാടാണ്. അത് രണ്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ശഫാഅത്ത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. പറഞ്ഞതുപോലെ എല്ലാ അമ്പിയാക്കൾക്കും ശഫാഅത്തുണ്ട്, സാലിഹ്യങ്ങൾക്കും സിദ്ദീഖുകൾക്ക് ശുഹദാക്കൾക്ക്. ഓരോ ഷഹീദിനും അയാളുടെ ഇഷ്ടപ്പെട്ട ആളുകൾ, അള്ളാഹ് തൃപ്തിപ്പെട്ട് കൊടുത്തിട്ടുള്ള ഇഷ്ടപ്പെട്ട ആളുകൾക്ക് 70 ആളുകൾക്ക് ഓരോ ഷഹീദിനും എന്ത് ചെയ്യാൻ പറ്റും? ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹു അനുമതി നൽകുമെന്നുള്ളതാണ്. അതുപോലെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമെന്ത്? യശ്ഫഉ ഫീ മിസ്ലി റബീഅത വ മുദർ. റബീഅ അതുപോലെ തന്നെ മുദർ എന്ന് പറയുന്ന രണ്ട് വലിയ ഗോത്രങ്ങൾ, അറബി ഗോത്രങ്ങൾ. ഈ രണ്ട് അറബി ഗോത്രങ്ങൾ എത്രായിരം ലക്ഷക്കണക്കിന് ആളുകളുണ്ടാകും. ഇന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് കോടിക്കണക്കിന് ആളുകളുണ്ടാകും. അത്രയും ആളുകൾ ശഫാഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹ് എന്ത് ചെയ്യും? അനുവാദം ചില ആളുകൾ കൊടുക്കുന്നതാണ്. അത് ഹദീസിൽ വന്നതാണ്. അത് ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നത്, അത് ഒന്നുകിൽ അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് പറയപ്പെട്ടുള്ളത്, അതല്ലെങ്കിൽ ഉവൈസുൽ ഖർനി റഹിമഹുള്ളയെ സംബന്ധിച്ചാണെന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവിടെ ബർബഹാരി റഹ്മത്തുള്ളാഹി പറയാണ്, നോക്കൂ, വമാ മിൻ നബിയ്യിൻ ഇല്ലാ വലഹു ശഫാഅ വകദാലിക അസ്സദ്ദീഖൂന വശുഹദാ വസ്സാലിഹൂൻ വലില്ലാഹി ബഅദ ദാലിക്. ഈ ശഫാഅത്തൊക്കെ കഴിഞ്ഞിട്ട് അതിനൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹ് എന്ത് ചെയ്യും? തഫദ്ദല വലില്ലാഹി ബഅദ ദാലിക് തഫദ്ദുലുൻ കസീറുൻ ഫീമാ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഫദ്ൽ കൊടുക്കും. വൽ ഖുറൂജ മിനൻ നാർ ബഅദ മഹ്തറഖു വസാറു ഫഹ്മൻ. നരകത്തിൽ നിന്ന് കത്തിക്കരിഞ്ഞ് എന്തായിട്ടുണ്ടാകും? ചാർക്കോളായിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹ് എന്ത് ചെയ്യും? അവൻ്റെ ഫദ്ൽ കൊണ്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ ശഫാഅത്തിലൊന്നും പെടാത്ത ആളുകളെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെ ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. എല്ലാ അമ്പിയാക്കളും ഷഫാഅത്ത് ഉണ്ട് എന്നുള്ളത് ഹദീസിൽ വന്നു. വശഫഅൻ നബിയൂൻ, എല്ലാ അമ്പിയാക്കളും ഷഫാഅത്ത് ചെയ്തതിന് ശേഷം എന്നുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു, വൽ ഈമാനു ബിസ്സിറാത്തി അലാ ജഹന്നം. നരകത്തിൻ്റെ മീതെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സിറാത്ത് പാലത്തുള്ള വിശ്വാസം. ഇതെല്ലാം മിനൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ, ഈമാൻ ബിൽ യൗമിൽ ആഖിറിൽ പെട്ടിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ആ സിറാത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വളരെ സൂക്ഷ്മമാണ്. അദഖു മിന ശഅർ, നമ്മുടെ തലമുടിയേക്കാളും എന്താണ്? കട്ടി കുറഞ്ഞതാണ്. വാഹദ്ദു മിന സൈഫ്, മൂർച്ചയേറിയ വാളിനേക്കാളും എന്താണ്? മൂർച്ചയുള്ളതാണ്. അത്രയും എന്താണ്? നേർത്ത പാലമാണ്. വഅഹറു മിനൽ ജംർ, അതുപോലെ തീക്കട്ടയേക്കാളും എന്താണ്? ചൂടുള്ളതാണ്. ആ സിറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അതിൽ നിന്ന് കഴിച്ചിലാവുക എങ്ങനെയാണ്? അവരുടെ അമലനുസരിച്ചാണ് എന്നുള്ളതാണ്. ചിലർ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ആ സിറാത്ത് പാലം, നരകം എന്ന് പറഞ്ഞാൽ എത്ര വിശാലമായിട്ടുള്ള നരകമായിരിക്കും, എത്ര വലിപ്പം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ മേലുള്ള പാലം എത്ര ദൂരമുണ്ടാകും, എത്ര ദൂരമുള്ളതായിരിക്കും, നമുക്ക് കണക്കാക്കാൻ പോലും സാധിക്കുകയില്ല. അത് ചിലർ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് എന്ത് ചെയ്യും? അത്രയും അമലുകളുള്ള ആളുകൾ എന്ത് ചെയ്യും? ആ സിറാത്ത് പാലം മുറിച്ച് കിടക്കും. ചിലർ എന്താണ്? കൽബർഖി, മിന്നലിൻ്റെ വേഗത്തിൽ എന്ത് ചെയ്യും? രക്ഷപ്പെടുമെന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക്, നരകത്തിൻ്റെ മേൽ കൂടെ നേരെ മുറിച്ച് കിടന്ന് സ്വർഗത്തിലേക്കാണ് രക്ഷപ്പെടുക. വമിൻഹു മൻ യമുറു കർരീഹ്,
കാറ്റിൻ്റെ വേഗതയിൽ രക്ഷപ്പെടുന്ന ആളുകളുണ്ട്, സിറാത്ത് പാലം മുറിച്ച് കടക്കുന്നവരുണ്ട്. വമിൻഹും മൻ യമുറു കഅജാവിദിൽ ഖൈൽ, അതുപോലെ കുതിരകളിൽ നിന്ന് ഏറ്റവും നല്ല കുതിരയുടെ പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യുന്ന ആ ഒരു സ്പീഡിൽ രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. ചിലർ ഒട്ടകത്തിൻ്റെ വേഗതയിൽ രക്ഷപ്പെടുന്ന ആളുകളുണ്ട്, ചിലർ ഓടി രക്ഷപ്പെടുന്നവരുണ്ട്, ചിലർ നടന്ന് രക്ഷപ്പെടുന്നവരുണ്ട്. വമിൻഹും മൻ യസ്ഹഫു സഹഫൻ, ചിലർ നിരങ്ങി രക്ഷപ്പെടുന്നവരുണ്ട്. നസ്അലുല്ലാഹി തൗഫീഖ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ ഒരു സിറാത്ത് എത്ര വലുതായിരിക്കും, എത്ര ദൂരം നമുക്കറിഞ്ഞുകൂടാ അതിൻ്റെ ദൂരം എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അത് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ് എന്നുള്ളത്. എന്നാൽ വൽ ഈമാനു ബിസ്സിറാത്തി അലാ ജഹന്നം യഅഖുദു സിറാത്തു മൻ ശാഅ വയജൂസു മൻ ശാഅ, ചിലരെ സിറാത്ത് പിടിക്കും, അത് പിടിച്ചു കഴിഞ്ഞാൽ വീഴ്ന്നു പോകുന്നവരെ എവിടെ വീഴുക? നരകത്തിലാണ് വീഴുക. വയജൂസു മൻ ഷാ അള്ളാഹു ഉദ്ദേശിക്കുന്നവർ മുറിച്ച് കിടക്കും. വയസ്ഖുതു ഫീ ജഹന്നമ മൻ ഷാ അള്ളാഹു ഉദ്ദേശിക്കുന്നവർ നരകത്തിൽ വീഴും. എന്നിട്ട് ആ നരകത്തിൽ ആ സിറാത്ത് പാലത്തിലൂടെ കടക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് നൂറ് വേണം, പ്രകാശം വേണം. അതൊക്കെ ആ പ്രകാശം, ആ വെളിച്ചത്തിൽ നോക്കിയാണ് രക്ഷപ്പെടേണ്ടത്. പാലം നമുക്ക് കാണണം അല്ലേ? അതെല്ലാം ഈമാനിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. വലഹും അൻവാറുൻ അലാ ഖദ്രി ഈമാനിഹിം, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമാക്കി പറഞ്ഞു. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലതുവശത്തും ഇടതുവശത്തും ഒക്കെ, അവരുടെ മുൻവശത്തും ഒക്കെ എന്തുണ്ടാകും? വെളിച്ചുണ്ടാകും. അവരെന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യും, ഈ വെളിച്ചം ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണമേ എന്നുള്ളത്. എന്നാലോ മുനാഫിഖീങ്ങൾക്ക് തുടക്കത്തിൽ വെളിച്ചിട്ട് കൊടുക്കും, പിന്നീട് ആ വെളിച്ചം എടുക്കപ്പെടുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതുപോലെ അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. യഹൂദികളും നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, അതഷ്ന യാ റബ്ബന ഫസ്ഖിന, റബ്ബേ ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്ന് പറയും. ഫയസ്ഖുതൂന ഫീ ജഹന്നം, അവരങ്ങനെ നരകത്തിൽ വീഴും. വെള്ളം കുടിക്കാൻ വേണമെന്ന് പറയും, നേരെ നരകത്തിലേക്ക് ഇടും. ഇത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഈ സിറാത്ത് പാലത്തെ ആര് നിഷേധിക്കുന്നുണ്ട്? മുഅ്തസിലികൾ നിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സിറാത്ത് ഉണ്ട് എന്നുള്ളത് അത് ഖുർആൻ കൊണ്ട്, ഹദീസുകൾ കൊണ്ട്, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടുള്ളതാണ്. ആ വിഷയത്തിലും ഹദീസ് മുതവാത്തിറായിട്ടുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു, വൽ ഈമാനു ബിൽ അംബിയാ വൽ മലായിക, അംബിയാക്കളിലും മലായികത്തുകളിലും വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ പ്രധാനപ്പെട്ടത് മാത്രമല്ല, അത് ഈമാൻ കാര്യങ്ങളിൽ രണ്ടെണ്ണമാണ്. ആറ് ഈമാൻ കാര്യങ്ങളിൽ രണ്ടെണ്ണമാണെന്ത്? അൽ ഈമാനു ബിൽ അംബിയാ വൽ മലായിക. അപ്പോൾ ഈ വിഷയത്തിൽ തെളിവുകൾ ഇഷ്ടംപോലെ തെളിവുകളാണ് ഖുർആൻ കൊണ്ട്, ഹദീസുകൾ കൊണ്ട്, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള വിഷയമാണ്. എന്നാൽ ഫലാസിഫത്ത് പറയുന്നത് എന്താണ്? നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം ഇവിടെ അമ്പിയാക്കളുടെ നുബുവത്ത് എന്ന് പറയുന്നത്, അതുപോലെ റിസാലത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്. അള്ളാഹു ചിലരെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ്. എന്നാൽ ഫലാസിഫത്ത് പറയുന്നത് എന്താണ്? അത് കസ്ബിയാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പണിയെടുത്ത് എത്തിച്ചേരാൻ പറ്റുന്ന പൊസിഷനാണെന്ത് നുബുവത്ത് എന്ന് പറയുന്നത്. അതാണ് സൂഫികളിൽപ്പെട്ടുള്ള ഇബ്നു അറബിയെ പോലുള്ള ആളുകളുടെ വിശ്വാസം. ഈ തരത്തിൽ നുബുവത്ത് എന്ന് പറയുന്നത് മുക്തസബായിട്ടുള്ള സംഗതിയാണെന്നുള്ളതാണ്. അതുപോലെ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം, മുർസലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മഅസൂമുകളാണ് എന്നുള്ളത് നമ്മുടെ അഖീദയിൽപ്പെട്ടുള്ളതാണ്. എന്നാൽ അശ്അരികളിൽപ്പെട്ടുള്ള ചിലർ സഗീറത്തുകൾ പോലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് അത് നമ്മുടെ അഖീദക്ക് എതിരായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വഹാദ വല്ലാഹു ആലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.